റിലീസിന് മുൻപേ റെക്കോർഡുകൾ തകർക്കുകയാണ് ജനനായകൻ. ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന ചിത്രമെന്ന പ്രത്യേകതയുള്ളതിനാൽ ആരാധകർക്കിടയിൽ വൻ ആവേശമാണ് നിലനിൽക്കുന്നത്. ഒരേ സമയം വൈകാരികതയിലും ആവേശത്തിലുമാണ് സിനിമാ ലോകം. ജനുവരി 9-നാണ് ജനനായകന്റെ റിലീസിന് ഒരാഴ്ച ബാക്കി നിൽക്കെ ആഗോളതലത്തിലെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ചിത്രം 15 കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം വിദേശ വിപണികളിലാണ് നിലവിൽ ജനനായകൻ കൂടുതൽ തരംഗം സൃഷ്ടിക്കുന്നത്. മൊത്തം കളക്ഷന്റെ 11 മുതൽ 12 കോടി രൂപ വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അഡ്വാൻസ് ബുക്കിംഗിലൂടെയാണ് ലഭിച്ചത്. വടക്കേ അമേരിക്ക, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പൊതുവെ വിജയ് ചിത്രങ്ങൾക്ക് വൻ ഡിമാൻഡാണ്. അതുതന്നെയാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലും. അതേസമയം ഇന്ത്യയിൽ നിലവിൽ 3 കോടി രൂപയാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലഭിച്ചത്. പക്ഷേ ഇതുവരെ കർണാടകത്തിലും കേരളത്തിലും മാത്രമാണ് ജനനായകന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത്. തമിഴ്നാടടക്കം ബുക്കിംഗ് ഓപ്പൺ ആകുമ്പോൾ മികച്ച മുന്നേറ്റം ഉറപ്പായും സംഭവിക്കും. വിജയ് ചിത്രങ്ങളുടെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്നായ കേരളത്തിലും ആവേശം ഉച്ചസ്ഥായിയിലാണ്. കേരളത്തിൽ ഒരു വിജയ് ചിത്രം നേടുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഡേ അഡ്വാൻസ് സെയിൽ ലിയോയുടെ പേരിലാണ്. 8.81 കോടിയായിരുന്നു അത്. ദി ഗോട്ടാണ് രണ്ടാം സ്ഥാനത്ത്. 3.78 കോടിയാണ് ഗോട്ട് ആദ്യ ദിനത്തിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം നേടിയിരുന്നത്. ആദ്യം ലിമിറ്റഡ് സ്ക്രീനുകളിൽ മാത്രമേ ജനനായകന്റെ ബുക്കിംഗ് കേരളത്തിൽ ഓപ്പൺ ആയിട്ടുള്ളൂ. കൂടുതൽ ഷോകളുടെ ബുക്കിംഗ് ഓപ്പൺ ആകുന്നതോടെ വരുന്ന ഒരാഴ്ചക്കാലം കൊണ്ട് കേരളത്തിലും മികച്ച കുതിപ്പ് ബുക്കിംഗിൽ സംഭവിക്കും. മുൻ റെക്കോർഡുകളെല്ലാം തകർത്ത് പുതിയത് ജനനായകൻ സ്വന്തമാക്കും എന്നുറപ്പാണ്. ചിത്രത്തിന്റെ കേരളത്തിലെ ഫസ്റ്റ് ഷോ ആദ്യം പുലർച്ചെ 4 മണിക്കാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് 6 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയത് 78 കോടി രൂപയ്ക്കാണ്. ഒരു വിജയ് ചിത്രത്തിന് ഈ ഇനത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണിത്. ട്രെയിലർ പോലും പുറത്തുവരുന്നതിന് മുൻപ് തന്നെ പ്രീസെയിൽ ബിസിനസ്സുകളിൽ വൻ നേട്ടമാണ് ജനനായകൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുത്തൻ ചിത്രത്തിൽ വിജയ് എന്ന തങ്ങളുടെ പ്രിയ താരത്തെ ബിഗ് സ്ക്രീനിൽ അവസാനമായി കാണുന്ന വൈകാരികതയും വിജയ് എന്ന ക്രൗഡ് പുള്ളർ സൃഷ്ടിക്കുന്ന ഓളവുമാണ് ഈ കുതിപ്പിന്റെ പ്രധാന കാരണം.